إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه أعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم لتستووا على ظهوره ثم تذكروا نعمة ربكم إذا استويتم عليه وتقولوا سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون. ബഹുമാനരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളെയും വിധിവിലക്കുകളെയും ജീവിതത്തിലുടനീളം പാലിച്ച് മുത്തഖീങ്ങളായി ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് സ്വന്തത്തോടും ശേഷം നിങ്ങളോടും ശക്തമായി തന്നെ ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു നമ്മെ അതിന് അനുഗ്രഹിക്കുമാറാവട്ടെ. ഉപദ്രവങ്ങളെ തടുക്കാൻ നമുക്ക് നേരിടേണ്ടി വരുന്ന വിവിധ തരം ഉപദ്രവങ്ങളെ പ്രതിരോധിക്കാൻ മാർഗങ്ങൾ സ്വീകരിക്കുക എന്നത് നമ്മളൊക്കെ സാധാരണ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ നമ്മുടെ വീടിന് ഉറപ്പുള്ള വാതിലുകൾ ഉണ്ടാക്കും, വാതിലുകളിന് പൂട്ടുകൾ ഉണ്ടാക്കും, വീട് ഗേറ്റും മതിലൊക്കെ വെച്ച് ഭദ്രമാക്കും. അങ്ങനെ തുടങ്ങി പല പ്രതിരോധ മാർഗങ്ങളും നമ്മൾ സ്വീകരിക്കാറുണ്ട്. ഇപ്പോൾ ശരീരത്തിന് അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ടെങ്കിൽ പ്രതിരോധ കുത്തിവെപ്പുകൾ നടത്താറുണ്ട്. അങ്ങനെ പല രൂപത്തിൽ ഉപദ്രവങ്ങളെ നേരിടാൻ പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കുന്നവരാണ് നമ്മളൊക്കെയും. നമ്മുടെ ജീവിതത്തിലേക്ക് ധാരാളം തിന്മകൾ, അതുപോലെ പരീക്ഷണങ്ങൾ പലതും കടന്നു വരാൻ സാധ്യതയുണ്ട്. അവയെ തടുക്കാൻ പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കണം. മനുഷ്യന്റെ ശരീരത്തെയും മനസ്സിനെയും ബാധിക്കുന്ന പല പ്രയാസങ്ങളും പ്രതിസന്ധികളും കടന്നു വരും. അതിൽ ശരീരത്തെക്കാൾ കൂടുതൽ മനുഷ്യന്റെ മനസ്സിനെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങളാണ് കൂടുതലായും ഒരു വിശ്വാസി, ഒരു മുഅ്മിനായ മനുഷ്യൻ സ്വീകരിക്കേണ്ടത്. എന്താണ് ആ പ്രതിരോധ മാർഗം? അതാണ് ദിക്റുല്ലാഹ്, അല്ലാഹനെ ഓർക്കുക എന്ന് പറഞ്ഞാൽ റബ്ബിനെ മറന്ന് ജീവിക്കാതിരിക്കുക. ദിക്റുല്ലാഹ് പല രൂപത്തിലുണ്ട്. നമ്മളെ ശരീരത്തിന് ദിക്റുണ്ട്, നമ്മളെ നാവിന് ദിക്റുണ്ട്, മനസ്സിന് ദിക്റുണ്ട്, നമ്മളെ പ്രവർത്തനങ്ങളിൽ ദിക്റുള്ളയുണ്ട്. അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ എല്ലാ സമയത്തും മനസ്സിൽ നിലനിർത്തി അള്ളാഹു തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ചും നന്ദി പറഞ്ഞും നന്ദി ചെയ്തും ജീവിക്കുമ്പോൾ
നമ്മളെ നാവും നമ്മളെ ഹൃദയവും നമ്മളെ ശരീരവും ഒക്കെ ദിക്റുള്ള കൊണ്ട് നിറയും. അല്ലാഹു തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ, മുഅ്മിനീങ്ങളെ, യാ അയ്യുഹല്ലദീന ആമനൂ ദിക്റുല്ലാഹ് ദിക്റൻ കസീറ, ധാരാളം അല്ലാഹനെ ഓർക്കണം. വസബ്ബിഹൂഹു ബുക്റതൻ വഅസീല, രാവിലെയും വൈകുന്നേരവും ഒക്കെ അവനെ പരിശുദ്ധിയെ വാഴ്ത്തിക്കൊണ്ടിരിക്കണം, തസ്ബീഹ് ചെയ്തുകൊണ്ടിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് ഒരു സഹാബി ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ ഒരുപാട് ദുർബലതയുള്ളൊരു മനുഷ്യനാണ്, ഒരുപാട് കുറവുകളും ന്യൂനതകളൊക്കെ എനിക്കുണ്ട്. എനിക്ക് ചിലപ്പോൾ ഈ മതത്തിൻ്റെ നിയമങ്ങളൊക്കെ കുറച്ച് പൂർണ്ണമായും പാലിക്കാൻ കഴിയാത്ത അവസ്ഥ വരും. പൂർണ്ണമായും ഒരു മതം പറഞ്ഞനുസരിച്ചൊന്നും ജീവിക്കാൻ പറ്റാതെ അങ്ങനെയൊന്നൊരു സൂക്ഷ്മത കിട്ടാത്തൊരവസ്ഥ വരും. ഞാനൊരു ദുർബലനാണ്. അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ഒന്ന് പഠിപ്പിച്ചു തരണം, ആ ദുർബലതയെ മറികടക്കാനുള്ള എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരണം. റസൂൽ പറഞ്ഞു കൊടുത്തു, ലാ യസാലു ലിസാനുക റതബൻ മിൻ ദിക്രില്ലാ, അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയിൽ നിന്ന് നിന്റെ നാവ് നനവുള്ളതാവട്ടെ എന്ന് പറഞ്ഞു കൊടുത്തു. എന്ന് പറഞ്ഞാൽ ഏത് സമയത്തും അള്ളാഹനെ ഓർക്കുക, എന്നിട്ട് പറയേണ്ട ദിക്റുകളൊക്കെ പറയുക. അങ്ങനെ ജീവിച്ചാൽ നിനക്ക് ഈ ഒരു പ്രയാസം ഇല്ലാതെയാക്കാൻ പറ്റും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഇപ്പൊ 5 നേരം നിസ്കരിക്കണം. എന്തിനാ? അഖിമിസ് സ്വലാത്ത ലിദിക്രി, നിസ്കാരം നിലനിർത്തണം. എന്തിന്? എന്നെ ഓർക്കാൻ വേണ്ടി. നിസ്കാരം കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ 33 തവണ പറഞ്ഞ് 99 ആക്കി. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു, ആ പ്രാർത്ഥന പറഞ്ഞ് 100 ആക്കണമെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന് 10 തവണയെങ്കിലും നിങ്ങൾ നിസ്കാരം കഴിഞ്ഞാൽ പറയണം എന്ന് പഠിപ്പിച്ചു. എന്തിനാണ്? ജുമുഅ, യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅത്തി ഫസ്ഔ ഇലാ ദിക്രില്ലാഹ്, വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ ഓടി വരുന്ന ദിക്റുള്ളയിലേക്കാണ്. ഇനി നിസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങിയാലോ, ഇദാ ഖുദിയത്തി സ്വലാത്തു ഫൻതശിറു ഫിൽ അർളി വബ്തഗു മിൻ ഫദ്ലില്ലാഹി വദ്കുറുല്ലാഹ കസീറൻ ലഅല്ലക്കും തുഫ്ലിഹൂൻ. നിസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങി പോയാലും ജുമുഅ കഴിഞ്ഞാലും നിങ്ങൾ അല്ലാഹനെ ധാരാളമായി ഓർത്തുകൊണ്ടിരിക്കണം. എല്ലാ ആരാധനാകർമ്മങ്ങളും ഹജ്ജും അറഫയും എന്തിനായിരുന്നു? ഫൈദാ അഫ്ളതും മിൻ അറഫാത്തിൻ ഫദ്കുറുല്ലാഹ്, അല്ലാഹനെ ഓർക്കാൻ. ഇൻദൽ മശ്അരിൽ ഹറാം വദ്കുറു, എന്തിനാണ് മുസ്ദലിഫ? ദിക്റുല്ലാഹ്. എന്തിനാണ് അറഫ? അല്ലാഹനെ ഓർക്കാൻ. ദുൽഹജ്ജ് 10 പെരുന്നാൾ, ഫസല്ലി ലിറബ്ബിക വൻഹർ, എന്തിനാണ് നിസ്കരിച്ചത്? എന്തിനാണ് ബലികർമ്മം നിർവഹിച്ചത്? അല്ലാഹനെ ഓർക്കാൻ വേണ്ടിയാണ്. അയ്യാമു തശ്രീഖ് 3 ദിവസം എന്തിനായിരുന്നു? അയ്യാമു തശ്രീഖ് അയ്യാമു അക്ലിൻ വശുർബിൻ വദിക്രില്ലാഹ്. അയ്യാമു തശ്രീഖ് എന്ന് പറഞ്ഞാൽ അയ്യാമു അക്ലിൻ വശുർബിൻ, നല്ലോണം തിന്നേണ്ട ദിവസമാണ്, കുടിക്കേണ്ട ദിവസമാണ്, അത് ഓക്കെയാണ്. പക്ഷെ 3-മതൊരു കാര്യം കൂടി പറഞ്ഞു. എന്താണത്? വദിക്രില്ലാഹ്, ദിക്റുള്ളയുടെ ദിവസങ്ങളാണത് അയ്യാമു തശ്രീഖ്. അപ്പൊ അറഫയും മുസ്ദലിഫയും പെരുന്നാളും അയ്യാമു തശ്രീഖ് എല്ലാം അങ്ങനെ തന്നെ. ഇനി ബലികർമ്മം കഴിഞ്ഞു, അറഫ കഴിഞ്ഞു, ഹജ്ജ് കഴിഞ്ഞു, തിരിച്ചു വരികയാണ്. ഫൈദാ ഖളൈതും മനാസികക്കും ഫദ്കുറുല്ലാഹ്, സൂറത്ത് അൽ ബഖറ 100-ാമത്തെ ആയത്ത്. അല്ലാഹുവിനെ ഓർക്കണം. ഫദ്കുറുല്ലാഹ് കദിക്രിക്കും ആബാഅക്കും ഔ അശദ്ദ ദിക്റാ. ഇത് 2 ടൈപ്പ് മനുഷ്യന്മാരെ പറ്റി അല്ലാഹ് പറഞ്ഞു. വെറും ദുനിയാവ് മാത്രം ഓർക്കുന്ന ആൾക്കാരെ പറ്റിയും എന്നാൽ ആഖിറത്തിനെ കുറിച്ച് കൂടി ഓർക്കുന്ന ആൾക്കാരെ പറ്റിയും അല്ലാഹ് പറഞ്ഞു. ദുനിയാവിനെ പറ്റി മാത്രം ഓർക്കണവർക്ക് ദുനിയാവേ ഉണ്ടാകുള്ളൂ, എന്നാൽ പരലോകത്തെക്കുറിച്ച് കൂടി ഓർക്കുകയാണെങ്കിൽ അവർക്ക് പരലോകത്ത് നല്ല ഓഹരി ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടാണ് അല്ലാഹു തആല ആയത്ത് അവസാനിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. ഇനി നമ്മളോട് ചോദിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? ഹയ്യായിട്ട് ജീവിക്കണോ മയ്യത്തായി ജീവിക്കണോന്നാ സ്വന്തം ചോദിക്കേണ്ട ഒരു ചോദ്യം. ഹയ്യായി ജീവിക്കണോ മയ്യത്തായി ജീവിക്കണോ? ഒരു ജീവിതം ഒരു ജീവിക്കുന്നവനെ പോലെ ജീവിക്കണോ, അതല്ല ജീവനില്ലാത്തവനെ പോലെ ഒരു മയ്യത്തിനെ പോലെ ജീവിക്കണോ ദുനിയാവിൽ? അതെങ്ങനെ നമ്മൾ തീരുമാനിക്കുക? അത് നമുക്ക് ജീവിതം എന്ന പടച്ചോനെ തീരുമാനിക്കുക. റസൂൽ പറയാണ്, ചില ആൾക്കാരെ മതലുൽ ഹയ്യി വൽ മയ്യിത്തി, ജീവനുള്ളവന്റെയും ജീവനില്ലാത്തവന്റെയും ഉദാഹരണം അല്ലാഹ് പറയാ, മതലുല്ലദി യദ്കുറു റബ്ബഹു വല്ലദി ലാ യദ്കുറു റബ്ബഹു. റബ്ബിനെ ഓർക്കണവന്റെ ഉദാഹരണം, അവനൊരു ജീവനുള്ളവനാ, മറ്റോനോ പടച്ചോനെ മറന്ന് റബ്ബിനെ മറന്ന് ജീവിക്കണവനെ ശവതുല്യമാണ് ജീവിതം. ജീവിതം ഉണ്ടെന്ന് പറയണ്ട, ഒരു മയ്യത്ത് പോലെയാണ്.
നമ്മൾ ഏതായിരിക്കണമെന്ന് നമ്മൾ തീരുമാനിക്കണം സഹോദരങ്ങളെ. അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ എപ്പോഴും നിലനിർത്താൻ എന്താ വേണ്ടത്? എന്താണ് അള്ളാഹിനെ കുറിച്ച്? ദിക്റുല്ലാഹ്. അഫ്ദൽ ദിക്ർ ഏതാ? അഫ്ദലു ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് ചൊല്ലി മരിക്കണ്ടേ? അവസാനത്തെ ശ്വാസം ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ടാകണം. അത് ആഗ്രഹിക്കാത്തവരാരാ ഉള്ളത്? അത് ദിക്ർ, അഫ്ദലു ദിക്ർ കൊണ്ടാകണം. ദിക്ർ കുറേണ്ട് പഠിപ്പിച്ചിട്ടുണ്ട്. അഫ്ദലു ദിക്ർ കൊണ്ട് അവസാന ശ്വാസം ഈ ലോകത്ത് വിട്ട് മരിച്ചു പോകണം എന്ന് ആഗ്രഹിക്കാത്തവർ അവരുള്ളത്. അവസാനത്തെ ശ്വാസം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അഫ്ദലു ദിക്ർ കൊണ്ടാകണമെങ്കിൽ ജീവിതത്തിന് അവസാന നിമിഷം വരെ അള്ളാഹിനെ ഓർത്ത് ജീവിക്കണം, അല്ലാത്തവന് പറ്റൂല. അപ്പൊ എന്താ പ്രശ്നം? നമ്മളെ മുന്നിലുള്ള വലിയൊരു പ്രതിസന്ധി എന്താണെന്നറിയോ? നിലനിർത്താൻ സാധിക്കണില്ല. പലപ്പോഴും മറന്നു പോവുകയാണ് പടച്ചോനെ. മറക്കുന്ന സന്ദർഭങ്ങൾ ഉണ്ട് ജീവിതത്തിൽ. അപ്പൊ എന്താ പരിഹാരം? പരിഹാരം ഒന്നു മാത്ര, അള്ളാഹ് പറഞ്ഞ പരിഹാരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശത്രുക്കൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്. വഖാലല്ലദീന കഫറു ലൗലാ നുസ്സില അലൈഹിൽ ഖുർആന ജുംലത്തൻ വാഹിദ. ഈ ഖുർആന് അതൊരു കിതാബായിട്ട് തൗറാത്ത് ഇഞ്ചീൽ പോലെ കൊടുത്താൽ പോരെ? 23 കൊല്ലം കൊണ്ട് കുറേശ്ശെ ഖുർആൻ ഇറങ്ങണത് എന്തിനാ? അള്ളാഹ് കൊടുത്ത മറുപടി ഞാൻ ഈ പറഞ്ഞ ചോദ്യത്തിന്റെ മറുപടിയാ. എന്താണ്? സബാത്ത് കിട്ടണം. മനസ്സിനൊരു സ്ഥിരത കിട്ടുന്നില്ല. പലപ്പോഴും റബ്ബിനെ മറന്നു പോണ അവസ്ഥ ഉണ്ട്. മരിക്കുമ്പം ആ ഒരു അവസ്ഥയിലാണ് ഞാൻ മരിക്കണതെങ്കിൽ അറിയില്ലല്ലോ ബി അയ്യ അർലിൻ തമൂത്ത്, ഏത് നാട്ടിൽ, ഏത് മണ്ണിൽ, എവിടെ വെച്ച്, എങ്ങനെ, ആകാശത്ത് വെച്ചാണോ, ഭൂമിയിൽ വെച്ചാണോ, കടലിൽ വെച്ചാണോ, കരയിൽ വെച്ചാണോ, എവിടെ വെച്ചാണ് മരണം എന്ന് അറിയില്ലല്ലോ. അവസാനത്തെ ശ്വാസം എവിടുന്ന് എടുക്കാന്ന് അറിയില്ലല്ലോ. അത് ഒരാൾക്കും അറിയില്ല. ആ സമയത്ത് ഓർമ്മല്ല, റബ്ബിനെ മറന്നുള്ള ജീവിതത്തിനിടക്കാണ് മരിച്ചതെങ്കിലോ അതൊരു വലിയ പ്രശ്നം തന്നെയല്ലേ? അപ്പൊ സ്ഥിരത കിട്ടണം. ആ സ്ഥിരത കിട്ടാൻ എന്താ മാർഗം? ആ മാർഗമാണ് അള്ളാഹ് ഈ പറഞ്ഞ മറുപടി. എന്താണെന്നറിയോ? കദാലിക, ഈ ഖുർആൻ 23 കൊല്ലം കൊണ്ട് കുറേശ്ശെ തന്നത് എന്തിനാണെന്നറിയോ? ലിനുസബ്ബിത ബിഹി ഫുആദക്, നിന്റെ മനസ്സിന് സ്ഥിരത കിട്ടാനാണ്, സ്ഥൈര്യം കിട്ടാനാണ്, ദിക്ർ സ്ഥിരമായി നിലനിന്ന് കിട്ടാൻ വേണ്ടിയാണ് ഖുർആൻ അങ്ങനെ തന്നത്. എന്താ പറഞ്ഞെന്നറിയോ? ഏറ്റവും വലിയ ദിക്ർ ഏതാ? സ്വാദ് വൽ ഖുർആനി ദിക്ർ. ഖുർആനാണ് ദിക്ർ. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. ഇന്നാ നഹ്നു നസ്സൽനൽ ഖുർആന എന്ന് പറയേണ്ടതിന് പകരം ഇന്നാ നഹ്നു നസ്സൽന ദിക്റ, ഈ ദിക്ർ ഇറക്കി എന്നാ പറഞ്ഞത്. നാമാണ് അതിനെ കാക്കുക. തീർച്ചയായും നിന്നിലേക്ക് ഈ ഖുർആൻ ഇറക്കി. എന്തിന്? ഈ ദിക്ർ ഇറക്കി തുബയ്യിന ലിന്നാസ്, ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കാൻ വേണ്ടി. സഹോദരങ്ങളെ, നമ്മളോട് സ്വന്തമായിട്ടൊന്ന് ചോദിക്കുക, ഇതിലുണ്ടോ നമ്മൾ? അള്ളാനെ മറക്കണോൻ ആരാന്നറിയോ? അള്ളാന്റെ കലാമിനെ മറക്കണോനാ. ഏതാ ഏറ്റവും വലിയ ദിക്ർ? ഖുർആൻ. ഈ ഖുർആൻ നമ്മളെ മുന്നിലുണ്ടായിട്ട്, അത് പഠിക്കാൻ സന്ദർഭങ്ങളും അവസരങ്ങളും ഉണ്ടായിട്ടും നമുക്കവിടേക്ക് വരാനും ഒരു കേൾവിക്കാരനായിട്ടെങ്കിലും അവിടെ ഇരിക്കാനും നമുക്ക് പറ്റുന്നില്ലെങ്കിൽ സഹോദരങ്ങളെ, നമ്മൾ റസൂൽ നേരത്തെ പറഞ്ഞ മയ്യത്തിന് തുല്യ. മയ്യത്താണ്. ഹയ്യാകണോ? പരിശുദ്ധ ഖുർആൻ പഠിക്കുന്ന ആളാവണം. സബാത്ത് വേണം. അള്ളാഹ് പറഞ്ഞ മറുപടി എന്താണ്? ഖുർആനാണ് അതിന് മറുപടി. ജീവിതത്തിൽ ഖുർആൻ പഠിക്കുന്ന ഒരാളായി ഒരു അല്പസമയെങ്കിലും, ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും പഠിക്കാൻ നമുക്ക് അവസരങ്ങൾ എമ്പാടുണ്ട്. റമദാനിന് മുമ്പേ നിന്നുപോയ നമ്മുടെ ക്ലാസ്സുകൾ ഇൻഷാ അല്ലാഹ് നാളെ മുതൽ പുനരാരംഭിക്കുകയാണ് 3 സ്ഥലത്തും. അവിടെ ഒന്ന് വരാനുള്ളൊരു മനസ്സ് നമുക്കുണ്ടാകണം സഹോദരങ്ങളെ. ഏത് സമയത്ത് എപ്പോഴാണ് ഈ ലോകത്ത് യാത്ര പറയാൻ നമ്മൾ അറിയില്ല. 3 കാര്യങ്ങൾ നമ്മളെ മനസ്സിലുണ്ടാവട്ടെ. ഈ 3 കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ചോദിക്കും, നമുക്ക് വേണോ വേണ്ടേ? 3 കാര്യങ്ങൾ ചോദിക്കാം, നമുക്ക് വേണോ വേണ്ടേ? ഒന്നാമത്തെ ചോദ്യം, മഗ്ഫിറത്ത് വേണോ? പാപങ്ങൾ പൊറുക്കപ്പെടണോ? നമ്മൾ മരിച്ചാൽ കുറെ ആൾക്കാർ മയ്യത്ത് നിസ്കരിക്കണം എന്ന് ആഗ്രഹിക്കണം. എന്തുകൊണ്ടാ? അതിൽ അല്ലാഹു മഗ്ഫിർ ലഹു എന്ന് ആദ്യം പറഞ്ഞത്. പടച്ചോനെ മഗ്ഫിറത്ത് കൊടുക്ക് പടച്ചോനെന്നാ. മഗ്ഫിറത്ത് വേണ്ടേ? മഗ്ഫിറത്ത് ആഗ്രഹമല്ലേ? പടച്ചോന്റെ പൊറുക്കൽ വേണ്ടേ? ആർക്കാണ് പൊറുക്കൽ? കേട്ടോളൂ. വദ്ദാകിരീന അല്ലാഹ കസീറൻ വദ്ദാകിറാത്ത്, അള്ളാഹനെ ധാരാളമായി ഓർക്കുന്ന ആണിനും പെണ്ണിനും അഅദ്ദല്ലാഹു ലഹും മഗ്ഫിറ, അല്ലാഹ് മഗ്ഫിറത്ത് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്, ഒരുക്കി വെച്ചിട്ടുണ്ട്. ധാരാളമായി ഓർക്കുക എന്ന് പറഞ്ഞാൽ
ആ ദിക്ർ ഖുർആൻ തന്നെയാണ്. ധാരാളമായി ഖുർആൻ പഠിക്കുക, ഖുർആൻ ആയത്തുകൾ ഓതുക. ഖുർആന്റെ ആയത്തുകളോളം വലിയ ദിക്റൊന്നും വേറല്ല. എല്ലാം ഈ ലാ ഇലാഹ ഇല്ലല്ലയും സുബ്ഹാനല്ലയും അൽഹംദുലില്ലയും ഒക്കെ എവിടുന്ന ഖുർആൻ എന്നാണ്. എല്ലാം ഖുർആനിലാണ് ഉള്ളത്. അതാണ് ഖുർആൻ ഏറ്റവും വലിയ ഖൽ ഖുർആനി ദിക്ർ എന്ന് പറഞ്ഞത് കൊണ്ടാണ്. എല്ലാം ഈ ഖുർആനിലാണ്. രണ്ടാമത്തെ കാര്യം, അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷ വേണ്ടേ? ഒന്ന് മഗ്ഫിറത്ത് വേണോ? ആലോചിക്കുക. രണ്ടാമത്തെ ശിക്ഷയിൽ നിന്ന് രക്ഷ വേണോ? മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു പറയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ അമില ആദമിയ്യുൻ അമലൻ ഖത്തു അൻജാ ലഹു മിൻ അദാബില്ലാഹി മിൻ ദിക്രില്ലാഹ്. നരകശിക്ഷയിൽ നിന്ന്, അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് ദിക്റിനോളം മനുഷ്യൻ രക്ഷപ്പെടുത്തുന്ന വേറൊരു കാര്യമില്ല. മൂന്നാമത്തെ കാര്യം, ഈ മൂന്ന് കാര്യം നമുക്ക് വേണോന്ന് ആലോചിക്കുക. മൂന്നാമത്തെ കാര്യം, നമ്മളെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടണോ? ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാ നമ്മൾ. ദുനിയാവിന്റെ കാര്യവും ആഖിറത്തിന്റെ കാര്യവും നമ്മൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കാൻ വേണ്ടി മറ്റുള്ളവരുടെ വസിയത്ത് പറയുന്നു, അല്ലേ? നമ്മളെ ജീവിതം അങ്ങനെയാണ്. ഒരു ദിവസത്തിൽ ഒരു നേരെങ്കിലും ഒരു നല്ല മനുഷ്യനെ കണ്ടാൽ ദ്വാരക്കലിട്ടോന്ന് പറയാത്തവരാണോ നമ്മൾ? പറയാൻ മറക്കാറില്ല. എങ്കിൽ നമ്മളെ ദുആ അല്ലാഹ് സ്വീകരിക്കണമെങ്കിൽ മൂന്നാമത്തെ കാര്യം, അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാസത്തുൻ ലാ യുറദ്ദുല്ലാഹു ദുആഹും. മൂന്ന് പ്രാർത്ഥന അല്ലാഹ് തട്ടിമാറ്റൂല, ഉത്തരം കൊടുക്കും. ഒന്നാമത്തത് ആരതാണെന്നറിയോ? അദ്ദാകിരീനല്ലാഹ കസീറ. അദ്ദാകിരീനല്ലാഹ കസീറ. അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്നവരുടെ പ്രാർത്ഥന അള്ളാഹു തട്ടിമാറ്റുകയില്ല. സഹോദരങ്ങളെ, ഈ മൂന്ന് കാര്യങ്ങൾ നമുക്ക് വേണോ? അത് വേണമെന്ന് ആഗ്രഹമുള്ളവരാണോ? അത് വേണമെന്ന് ആഗ്രഹം ഉണ്ടാകണമെങ്കിൽ നമുക്ക് ഈമാന് വേണം. ആ ഈമാൻ ആഗ്രഹിക്കുന്നവരും ഈമാൻ ഉള്ളവരും ഈമാൻ മുഅ്മിനീങ്ങളായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുമാണോ? എങ്കിൽ ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ, അള്ളാഹിനെ മറക്കാതിരിക്കാൻ, അള്ളാഹിന്റെ ദിക്റാകുന്ന ദിക്റുള്ളയാകുന്ന ഖുർആനിലേക്ക് മടങ്ങാൻ സാധിക്കണം. എങ്കിൽ ഏതൊരു സന്ദർഭത്തിലും നമ്മളെ മനസ്സ് പതറൂല. അറഫയിൽ കരഞ്ഞവർ, അറഫയിൽ പൊട്ടിക്കരഞ്ഞവർ, ളുഹർ മുതൽ മഗ്രിബ് വരെ അറഫയിലെ ടെന്റുകളിൽ ഇരുന്ന് കരഞ്ഞ് 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 റബ്ബിനോട് പ്രാർത്ഥിച്ചവർ, മുസ്ദലിഫയിലും മിനയിലും പ്രാർത്ഥിച്ചവർ, കഅബാലയത്തെ തവാഫ് ചെയ്ത് പൊട്ടിക്കരഞ്ഞവർ, സഫാ മർവക്കടയിൽ ഓടിയപ്പോൾ കരഞ്ഞവർ, സഹോദരങ്ങളെ, കണ്ണുനീര് മുഴുവനും ഈ ഏതാനും ദിവസങ്ങളിൽ അവിടെ ചിലവഴിച്ച് കരഞ്ഞുകൊണ്ട് കഅബയോട് വദാഇന്റെ തവാഫും ചെയ്ത് വിടവാങ്ങൽ തവാഫ് ചെയ്ത് ആ പരിശുദ്ധ മക്കയിൽ നിന്ന് ഖുർആൻ ഇറങ്ങിയ മണ്ണിൽ നിന്ന് യാത്ര പറഞ്ഞു പോന്ന ഒരു ഹാജിയുടെ മനസ്സാലോചിക്കണം നിങ്ങൾ. എന്നിട്ടെന്തേ ഈ ഹാജിക്ക് മരണം വരെ അത് നിലനിർത്താൻ സാധിക്കാതെ പോയത്? ഒരു കുഴൽപ്പണ കേസ് വന്നപ്പോ, ഒരു തട്ടിപ്പും വെട്ടിപ്പും കേസ് വന്നപ്പോ, ഒരു പീഡന കേസ് വന്നപ്പോ, നാട്ടിലെ പ്രശ്നങ്ങളിൽ കോടതികളിൽ കേസുകൾ വന്നപ്പോ എന്തുകൊണ്ട് ഹാജിയുടെ പേര് വന്നു? ഹാജിയമാര് വന്നു? നമ്മൾ ആലോചിക്കണം. ഇവരൊക്കെയും അവിടെ പൊട്ടിക്കരഞ്ഞവരാണ്. നമ്മൾ ചിന്തിക്കണം സഹോദരങ്ങളെ. അതുകൊണ്ട് നിലനിൽക്കണമോ ഈ ലോകത്ത് യാത്ര പറഞ്ഞു പോകുമ്പോൾ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് പോലെ ഉമ്മ പ്രസവിച്ച കുഞ്ഞിനെ പോലെ അന്ന് നമ്മൾ മരിച്ചിരുന്നെങ്കിൽ, നമ്മളെ ഉമ്മ പ്രസവിച്ച ദിവസം നമ്മൾ മരിച്ചിരുന്നെങ്കിൽ നമുക്ക് സ്വർഗ്ഗം ഉറപ്പാ, അള്ളാഹിന്റെ അദാബ് നമുക്കില്ല. എങ്കിൽ സഹോദരങ്ങളെ, നമ്മളെ മുന്നിലുള്ള സ്വർഗത്തിന് മുന്നിലുള്ള പ്രതിസന്ധിയും ഇത്രയും കാലം നമ്മൾ ജീവിച്ചു എന്നതാണെങ്കിൽ റബ്ബിന്റെ അടുക്കലേക്ക് മടങ്ങുമ്പോൾ പാപങ്ങളൊന്നുമില്ലാതെ മടങ്ങാൻ കഴിയണമെങ്കിൽ അള്ളാഹിന്റെ കലാമിലേക്ക് തിരിച്ചു വരണം. റബ്ബിന്റെ കലാം പഠിക്കാൻ സമയം കണ്ടെത്തണം. ഇല്ല എങ്കിൽ വെറും ഒരു ശവത്തെ പോലെയായിരിക്കും നമ്മളെ ജീവിതവും മരണമെന്നും നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിന്റെ തണലിലേക്ക് ചേർന്ന് നിൽക്കാൻ മഹാഭാഗ്യം നൽകി അനുഗ്രഹിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെയും നമ്മളെ കുടുംബത്തെയും നമ്മളെ മക്കളെയും ഉൾപ്പെടുത്തി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അലീമ ലീ വലക്കും ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ദിക്റുള്ള കൊണ്ട് കിട്ടുന്ന ഏറ്റവും വലിയ ഗുണം അള്ളാഹ് പറയാണ്, ഫദ്കുറൂനി അദ്കുറുക്കും. നിങ്ങൾ എന്നെ ഓർത്താൽ ഞാൻ നിങ്ങളെയും ഓർക്കും. ഫഷ്കുറൂലി, നിങ്ങൾ എനിക്ക്
ഞാൻ തന്ന നിഅമത്തിന് നന്ദി കാണിക്കണം. വലാ തക്ഫുറൂൻ, നന്ദികേട് കാണിക്കരുത്, നന്ദികേട് കാണിക്കരുത്. അള്ള പറയാണ് നമ്മളെ അള്ള ഓർക്കും. നമ്മൾ ഖുർആൻ പഠിക്കുന്ന ആളുകളാണെങ്കിൽ, അള്ളാഹുവിനെ ദിക്ർ ചെല്ലുന്ന ആളുകളാണെങ്കിൽ, സഹോദരങ്ങളെ, അള്ള നമ്മളെ ഓർക്കുമെന്നാ പറയണത്. അതിലും വലിയ ഒരു സന്തോഷ വാർത്ത ഒരു മുഅ്മിനായ മനുഷ്യന് വേറെ എന്താ കിട്ടാനുള്ളത്? നമ്മളിങ്ങനെ പറയാണ്, പടച്ചോനെ എന്തൊരു കാലാണ്. കടലിലും കരയിലും ആകാശത്തുമൊക്കെ അപകടങ്ങൾ കാണാണ്, അപകട മരണങ്ങൾ കാണാണ്. എത്രയോ ആഗ്രഹങ്ങൾ വെച്ച് പുലർന്ന് എത്രയോ ആഗ്രഹങ്ങൾ മനസ്സിൽ വെച്ച് യാത്ര തിരിച്ചവരൊക്കെയും ഒന്നും എത്തുന്നില്ല അവിടേക്ക്. എല്ലാം വഴിയിൽ അവസാനിക്കുകയാണ്. എത്രയാണ് റോഡ് അപകടങ്ങൾ കേട്ടത് നമ്മൾ, എത്രയാണ് കടലിലെ അപകടങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ആകാശത്തെ വലിയൊരു അപകടത്തെക്കുറിച്ച് കേട്ട ഞെട്ടലോടുകൂടിയാണ് ഇപ്പൊ നമ്മൾ ഇരിക്കുന്നത്. എന്തെല്ലാം സ്വപ്നങ്ങളും ആഗ്രഹങ്ങളുമായി യാത്ര തിരിച്ചവരാണ്. സഹോദരങ്ങളെ, നമ്മൾ ഓർക്കേണ്ടതുണ്ട്, റബ്ബ് അല്ലാഹുവിനെ നമ്മൾ ഓർക്കണം. അങ്ങനെ ഓർക്കുന്നുവെങ്കിൽ റബ്ബ് ഒരു നല്ല ജീവിതം നമുക്ക് നൽകും. എവിടെ വെച്ച് നമ്മൾ റബ്ബിലേക്ക് മടങ്ങാൻ നമുക്ക് സാധിച്ചാലും, അള്ളാഹിന്റെ ഇഷ്ടത്തിലും പൊരുത്തത്തിലും ആര് നമ്മളെ വേർപാടിൽ പൊട്ടിക്കരഞ്ഞാലും സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് മടങ്ങാൻ നമുക്ക് പറ്റും. സഹോദരങ്ങളെ, അതിന് പഠിപ്പിച്ചതൊക്കെ ദിക്റുകളാണ്. അള്ള പഠിപ്പിച്ചത്, റസൂല് പഠിപ്പിച്ചതൊക്കെ അങ്ങനെയാണ്. എത്ര സുരക്ഷാ മാർഗങ്ങളാണ്. എയർപോർട്ടിലുള്ള അത്ര സുരക്ഷാ മാർഗങ്ങൾ വേറെ എവിടെയെങ്കിലും ഉണ്ടോ? ഒരു വിമാനത്തിൽ കയറാൻ വേണ്ടി നമ്മൾ പോവുകയാണെങ്കിൽ ചുരുങ്ങിയത് 3 മണിക്കൂർ എയർപോർട്ടിൽ എത്തണം. അവിടെ എത്തിയിട്ട് എന്തെല്ലാം സുരക്ഷാ മാർഗങ്ങളാണ്. നമ്മളെ ലഗേജുകളും നമ്മളെ ശരീരവും ഒക്കെ അരിച്ച് പെറുക്കി പരിശോധിച്ച് വിമാനം പുറപ്പെടുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ വിമാനത്തിന്റെ എല്ലാ സാങ്കേതിക കാര്യങ്ങളൊക്കെ പരിശോധിച്ച് അതിനുവേണ്ടി മാത്രം എഞ്ചിനീയർമാർ പ്രവർത്തിച്ച് അതിനൊക്കെ സർട്ടിഫിക്കറ്റ് കൊടുത്തതിന് ശേഷമാണ് ഒരു വിമാനം പുറപ്പെടുന്ന. സഹോദരങ്ങളെ, എത്ര സുരക്ഷാ മാർഗങ്ങൾ, എന്തെല്ലാം സുരക്ഷാ മാർഗങ്ങൾ. എന്നിട്ടും മനുഷ്യന്റെ നിസ്സഹായത, മനുഷ്യന്റെ ഏത് ടെക്നോളജിയും, മനുഷ്യന്റെ ഏത് മുന്നൊരുക്കങ്ങളും സഹോദരങ്ങൾ തകർന്നു പോവുക. എത്ര വലിയ ആക്സിഡന്റ് പറ്റിയാലും, കോടികളുടെ വാഹനം എത്ര വലിയ ആക്സിഡന്റ് നടന്നാലും അത് രക്ഷിക്കാൻ വേണ്ടിയിട്ട് ബലൂണ് വരും, ട്യൂബ് വരും, അത് വരും, ഇത് വരും എന്നൊക്കെ പറഞ്ഞ് എത്ര മറഞ്ഞാലും മരിക്കൂല എന്നൊക്കെ പറഞ്ഞ വാഹനങ്ങളൊക്കെയും സഹോദരങ്ങളെ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ്, ഒരു കൊല്ലമാകുന്നേയുള്ളൂ, നമ്മുടെ ഇന്ത്യ രാജ്യത്തിലെ ഏറ്റവും പരമോന്നത കര ആകാശ മിലിറ്ററി മേധാവി, എല്ലാറ്റിൻ്റെയും മേധാവി ഒരു ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ചു. ലോകത്തെ ഏറ്റവും വില കൂടിയ സുരക്ഷയുള്ള, അതിനോളം അപ്പുറത്ത് വേറൊന്നില്ലാന്നാ, അങ്ങനെയുള്ള ഒരു വാഹനത്തിൽ ഹെലികോപ്റ്ററിൽ സഞ്ചരിച്ച വ്യക്തിയാണ് ദാരുണമായി കൊല്ലപ്പെട്ടത്. നമ്മൾ ആലോചിക്കണം. അപ്പൊ എന്ത് സുരക്ഷാ മാർഗങ്ങൾ ഉണ്ടായിട്ടും കാര്യമില്ല. പടച്ചോന്റെ തീരുമാനം എങ്ങനെ? നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എങ്ങനെ? പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, അല്ലാഹു വാഹനങ്ങൾ, അത് കടലിലൂടെ സഞ്ചരിക്കുന്ന കപ്പലാകട്ടെ, കരയിലെ വാഹനങ്ങളാകട്ടെ, ആകാശത്തെ വാഹനങ്ങളാകട്ടെ, എല്ലാ വാഹനങ്ങളും അല്ലാഹുവാണ് നിങ്ങൾക്ക് സജ്ജീകരിച്ചു തന്നത്. അതുകൊണ്ട് തസ്തവു അലാ ളുഹൂരിഹി, നിങ്ങൾ അതിൽ യാത്ര ചെയ്യാൻ നിങ്ങൾ ഇരിപ്പുറപ്പിച്ചാൽ, തുമ്മ തദ്കുറൂ നിഅമത റബ്ബിക്കും, റബ്ബിനെ ഓർക്കണം, റബ്ബിനെ ദിക്ർ ചെയ്യണം, റബ്ബിനെ മറക്കരുത്. വദ്കുറൂ നിഅമത റബ്ബിക്കും, ഓർത്തിട്ട് ഇദസ്തവൈതും അലൈഹി, അതിൽ നിങ്ങളൊക്കെ ശരിയായി ബെൽറ്റൊക്കെ ഇട്ട് റെഡിയായിട്ടതാണ് ഇസ്തവ എന്ന് പറഞ്ഞാൽ. യാത്രയ്ക്ക് കയറി ഇരുന്ന് എല്ലാം റെഡിയായിരുന്നു കഴിഞ്ഞാൽ വതഖൂലു, പറയണം, സുബ്ഹാനല്ലദീ സഖറ ലനാ ഹദാ. ഖുർആനാണ് സഹോദരങ്ങളെ. സൂറത്ത് സുഖ്റുഫിലെ 13 മുതൽ 14 വരെയുള്ള ആയത്തുകളാണ് ഞാൻ ഓതി കേൾപ്പിച്ചത്. ആലോചിക്കണം നിങ്ങൾ, പറയണം. എന്താ പറയണം? സുബ്ഹാനല്ലദീ സഖറ ലനാ ഹദാ, പടച്ചോനെ നീ എത്ര പരിശുദ്ധനാണ്, നീയാണ് ഞങ്ങൾക്കിത് കീഴ്പ്പെടുത്തി തന്നത്. ആകാശത്തിലൂടെ പറക്കാൻ അറിയാത്ത കാലുണ്ടായിരുന്നു, വിമാനം കണ്ടുപിടിക്കാത്ത കാലഘട്ടം മനുഷ്യന്റെ മുന്നിൽ കടന്നുപോയിട്ടുണ്ട്. എന്നാൽ അതൊക്കെ കണ്ടുപിടിച്ച് മനുഷ്യൻ ആകാശത്തുകൂടെ പറക്കാൻ തുടങ്ങി, ലോകമടുക്കാൻ തുടങ്ങി, യാത്രകൾ വളരെ സമയദൈർഘ്യം കുറഞ്ഞു വന്നു. അങ്ങനെ അല്ലാഹ് പറയാണ്, അല്ലാഹനെ മറക്കണ്ട, ഓർക്കണം. അതിൽ തയ്യാറായിട്ട് ഇരുന്നാൽ പറയണം, നീ എത്ര പരിശുദ്ധനാണ്. സുബ്ഹാനല്ലദീ എന്ന് പറഞ്ഞാൽ സുബ്ഹാനല്ലാഹ് എന്നാണ് പറഞ്ഞത്. സഖറ ലനാ ഹദാ, ഞങ്ങൾക്കിത് കീഴ്പ്പെടുത്തി തന്ന പടച്ചോനെ നീ എത്ര പരിശുദ്ധനാണ്. വമാ കുന്നാ ലഹു മുഖ്രിനീൻ, ഞങ്ങൾക്കത് സാധിക്കുമായിരുന്നില്ല, ഞങ്ങൾ കഴിയാത്തവരായിരുന്നു, ഞങ്ങൾക്കതിന് പറ്റുമായിരുന്നില്ല. വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. പടച്ചോനെ ഇതൊക്കെ ഞങ്ങൾ ഓർക്കുന്നു. അങ്ങനെ ഓർക്കുമ്പോൾ ഞങ്ങളെ മനസ്സിലുള്ള ചിന്ത എന്താ അറിയോ? ഞങ്ങളെ മടക്കം പടച്ചോനെ ഞങ്ങളെ രക്ഷിതാവെങ്കിലേക്ക് ഞങ്ങൾ തിരിച്ചെത്തുന്നവർ തന്നെയാണ്. ഈ യാത്ര അവസാനത്തെ യാത്രയാകാം.
ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് എത്തുമെന്നറിയില്ല, പുറപ്പെട്ടയിടത്തേക്ക് എത്തുമെന്നറിയില്ല, ലക്ഷ്യം വെച്ച് എവിടേക്കാണോ കയറിയത് അവിടേക്ക് എത്തുമെന്നറിയില്ല പടച്ചോനെ. എങ്ങനെയാണെങ്കിലും നിന്റെ അടുക്കിലേക്കാണ് മടക്കം. റബ്ബിനെ മറക്കാതെ വാഹനത്തിൽ കയറിയിട്ട് ആ ഓർമ്മയോടുകൂടി യാത്ര ചെയ്യണമെന്ന് പഠിപ്പിച്ചു. ഇനി നിങ്ങൾ നോക്കൂ, ഏറ്റവും വലിയൊരു മുഅ്ജിസത്തായിട്ട് നിൽക്കുന്ന ചില ദിക്റുകളൊക്കെ ഉണ്ട് സഹോദരങ്ങളെ. ആ ദിക്റാണ് ഇതിനു ശേഷം റസൂൽ പഠിപ്പിച്ച പ്രാർത്ഥന. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക, അല്ലാഹുവേ ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു, മിൻ വഅസാഇ സഫർ, യാത്രയുടെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നിന്നോട് ഞങ്ങൾ കാവൽ ചോദിക്കുന്നു. വസൂഇൽ മുൻഖലബി ഫിൽ മാലി വൽ അഹ്ൽ, അല്ലാഹുവേ ഞങ്ങളുടെ കുടുംബത്തിലേക്കും അഹ്ലിലേക്കുമുള്ള ഒരു മോശപ്പെട്ട മടക്കം തരല്ല പടച്ചോനെ. എന്ന് മാത്രമല്ല, വല്ലാത്തൊരു കാഴ്ചയുണ്ട്, കആബത്തിൽ മൻളർ, ദുരന്ത കാഴ്ച, കണ്ണിനിഷ്ടപ്പെടാത്ത കാഴ്ച കാണിക്കല്ല പടച്ചോനെ. ആലോചിച്ച് നോക്കൂ, ഈ പ്രാർത്ഥന എത്രമാത്രം വലിയ റസൂൽ പഠിപ്പിച്ചതാണ് സഹോദരങ്ങളെ. വിമാനം പറന്നുയർന്നിട്ട് ഒരു മെഡിക്കൽ കോളേജിന് ഹോസ്റ്റലിന്റെ മുകളിൽ അത് അടിച്ചിറക്കിയപ്പോ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളിൽ പലരും മരണപ്പെട്ടു. അവിടെ ഉണ്ടായിരുന്ന പലരും മരണപ്പെട്ടു. ആകാശത്തു കൂടി പോയ ഒരു വിമാനം, നമ്മളെ മുകളിലൂടെ എത്രയോ വിമാനങ്ങൾ പറന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെത്ര സുരക്ഷിതരാണ്. ആ ഭക്ഷണം കഴിച്ച ആ മെഡിക്കൽ കോളേജിലെ കുട്ടികൾ ചിന്തിക്കുന്നില്ല, അവർ ഓർക്കുക പോലും ചെയ്തിട്ടുണ്ടാവില്ല അവർ അവസാനത്തെ ഭക്ഷണമാണ് അവർ കഴിക്കുന്നതെന്ന്. നിങ്ങൾ നോക്കൂ, അവിടെ രക്ഷാപ്രവർത്തകർ കണ്ട കാഴ്ച, ഭക്ഷണ അവശിഷ്ടങ്ങൾക്കിടയിൽ മനുഷ്യ ശരീരത്തിന്റെ അവശിഷ്ടങ്ങളാണ്. മനുഷ്യ ശരീരത്തിന്റെ അവശിഷ്ടങ്ങളും ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങളും സമ്മിശ്രമായി കൂടി നിൽക്കുന്ന വല്ലാത്തൊരു കാഴ്ചയാണ് കണ്ടത്. നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞതാ, വകആബത്തിൽ മൻദർ, ഹൃദയഭേദകമായ അത്തരം രംഗങ്ങൾ കാണിക്കല്ല പടച്ചോനെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഒരു വാഹനത്തിൽ യാത്ര ചെയ്യാൻ തുടങ്ങേണ്ടതെന്ന് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. സഹോദരങ്ങളെ ആലോചിക്കണം, ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ അല്ലാഹനെ ഓർത്ത് ബിസ്മില്ലാ, അല്ലാഹന്റെ നാമത്തിൽ കഴിച്ച് അൽഹംദുലില്ലാ എന്ന് ശുക്ർ പറഞ്ഞ് അവസാനിപ്പിക്കാൻ നമുക്ക് സാധിക്കണം സഹോദരങ്ങളെ. കഴിഞ്ഞ ദിവസം ഒരു പെണ്ണ് തൊട്ടടുത്ത വീട്ടിൽ നിന്ന് ഒരു ചക്ക വെട്ടിയിട്ട് അത് വെട്ടിക്കൊണ്ടുവന്ന് അങ്ങനെ കുളിക്കാൻ വേണ്ടി പുഴയിൽ പോയൊക്കെ കുളിച്ച് വൃത്തിയായി വന്ന് ചക്ക വെട്ടാൻ വേണ്ടി ഇരിക്കുന്ന സമയത്താണ് തളർന്നു വീഴുന്നത്. അപ്പോൾ ആ മനസ്സിലാക്കി ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോൾ ഈ ചക്ക വെട്ടിയിട്ട പുല്ലിനടിയിൽ ഒരു ചെറിയ അണലി ഉണ്ടായിരുന്നു. ആ അണലി ഒന്ന് കോറിയിട്ടുണ്ട്. പക്ഷെ കോറിയത് കാരണം ആ പെണ്ണത് അറിഞ്ഞില്ല. പക്ഷേ ആ വിഷം കയറി ഏതാനും മണിക്കൂറുകൾ കയറി ആ പെണ്ണ് ബോധം കെട്ട് വീണ് മരണപ്പെടുകയാണ് ചെയ്യുന്നത്. ആലോചിക്കണം, വെട്ടാൻ വേണ്ടി ഭക്ഷണം കഴിക്കാൻ വേണ്ടി കൊണ്ടുവന്നു വെച്ച ആ പഴം തിന്നാൻ ആ പെണ്ണിനെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കുക, നമ്മൾ ഇന്ന് കഴിച്ച ഭക്ഷണം, നമ്മൾ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വീട്ടിൽ ഭാര്യയ്ക്ക് കൊണ്ടുപോയി കൊടുത്ത വിഭവങ്ങളുണ്ടല്ലോ, ഭാര്യയോട് തയ്യാറാക്കാൻ വേണ്ടി പറഞ്ഞത് ദാ ഇന്നതൊക്കെ ഉണ്ട്, ഇതുകൊണ്ട് ഇന്ന രൂപത്തിലൊക്കെ കറി വെച്ചോ ഭക്ഷണം വെച്ചോ എന്ന് പറഞ്ഞ് തിരിച്ചു പോന്ന നമ്മളെ സഹോദരങ്ങളെ, അത് കഴിക്കാൻ, അത് പാചകം ചെയ്ത് വീട്ടിൽ മേശപ്പുറത്ത് റെഡിയാക്കി വെച്ച് നമ്മ കാത്തിരിക്കുന്ന ഭാര്യയും മക്കളും ഒരു പക്ഷേ നമ്മൾ അവിടേക്ക് കഴിക്കാൻ ചെല്ലണമെന്നില്ല. ഒരുപാട് ഭക്ഷണം നമ്മൾ കഴിച്ചിട്ടുണ്ട്. നമ്മൾ അവസാനത്തെ ഭക്ഷണം എവിടെ വെച്ചെങ്ങനെയെന്ന് അറിയില്ല. ഒരുപാട് വെള്ളം നമ്മൾ കുടിച്ചിട്ടുണ്ട്. പല രുചിഭേദങ്ങളുടെ പാനീയങ്ങൾ നമ്മൾ കുടിച്ചിട്ടുണ്ട്. കുടിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. ഏതെങ്കിലും റോട്ടിൽ എവിടെ വെച്ചെങ്കിലും അവിടെ വെച്ച് ആരോ അറിയാത്ത ഒരാള് നമ്മളെ വായിലേക്ക്, നമ്മളെ കൈകാലുകൾ ടടിച്ചടിച്ച് ശ്വാസം കിട്ടാൻ പ്രയാസപ്പെടുന്നു വായിലേക്ക് ഒഴിച്ചു തരുന്ന അവസാനത്തെ വെള്ളം ഏതെങ്കിലും മനുഷ്യന്റെ കൈകൊണ്ട് ഏതെങ്കിലും ഒരു നാട്ടിൽ വെച്ചായിരിക്കും. സഹോദരങ്ങളെ, പടച്ചോൻ ഇതൊക്കെ നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. ഒരു തുള്ളി വെള്ളം പോലും അധികം കുടിക്കാൻ നമ്മളെ കൊണ്ട് പറ്റൂല. ഒരു നേരത്തെ ഭക്ഷണം പോലും അധികം കഴിക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല സഹോദരങ്ങളെ. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കുക, കല്യാണത്തിന് വന്ന് കല്യാണം കഴിഞ്ഞ് അവസാനം കുറച്ച് ഭക്ഷണവും പാർസലാക്കിയിട്ടാണ് നമ്മളെ താന്നൂർ കടപ്പുറത്ത് നിന്ന് ഒരു 3-4 കൊല്ലം മുമ്പ് ഒരു കുടുംബം പോയത്. തൊട്ടടുത്ത താന്നൂർ കഴിഞ്ഞ് പരപ്പനങ്ങാടിക്കൽ ഒരു ബസ് കത്തി. ആ ബസ് കത്തിയപ്പോ ഒരു ഓട്ടോറിക്ഷയുമായി കൂട്ടിയിടിച്ചാണ് കത്തിയത്. അതിൽ 5-6 പേര് ആ ഓട്ടോറിക്ഷയിൽ കത്തി മരിച്ചു. സഹോദരങ്ങളെ, നമ്മൾ ആലോചിക്കണം, അവരെ ഭക്ഷണം കഴിച്ച് രാത്രി കഴിക്കാൻ കുടുംബത്തിലെ ഭക്ഷണവുമായി പോയവരാണ്. ആ ഭക്ഷണത്തിന് അവശിഷ്ടങ്ങളായിരുന്നു ആ റോട്ടിൽ ചതഞ്ഞരഞ്ഞ് കിടന്നിരുന്നത്. നമുക്കറിയില്ല നമ്മളത് കഴിക്കുമെന്ന്. അതുകൊണ്ട് റബ്ബിനെ മറന്ന് ജീവിക്കണ്ട, പടച്ചവനെ മറന്ന് ജീവിക്കണ്ട. പടച്ചവനെ മറന്ന് റബ്ബിനെ മറന്ന് ജീവിക്കുന്നവർ അള്ളാഹുവിന്റെ കലാമിനെ മറന്ന് ജീവിക്കുന്നവരാണ്, റബ്ബിന്റെ ഖുർആനിനെ മറന്ന് ജീവിക്കുന്നവരാണ്. ജീവിതത്തിൽ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും അള്ളാഹിന്റെ കലാം കയ്യിലെടുത്തിട്ട് ഒന്ന് പഠിക്കാൻ ഇറങ്ങി വരാൻ നമുക്ക് ഈമാൻ ഇനിയുമില്ല എങ്കിൽ നമ്മൾ മയ്യത്തുകളെ പോലെ ജീവിക്കുന്നു എന്ന റസൂലുള്ളാഹിന്റെ വാക്ക് നമ്മൾ ഹൃദയത്തിൽ അതങ്ങനെ മായാതെ നിലനിൽക്കണം സഹോദരങ്ങളെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖിനെ പ്രദാനം ചെയ്യും.
ചെയ്യുമാറാവട്ടെ. അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയോടുകൂടി ജീവിച്ച് അവൻ തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ച് ഈ ലോകത്തോട് എവിടെ വെച്ച് എങ്ങനെ യാത്ര പറയുമ്പോഴും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അഫ്ളലു ദിക്ർ ചൊല്ലി മരിക്കാൻ അള്ളാഹു നമുക്കും നമ്മളെ മാതാപിതാക്കൾക്കും നമ്മളെ മക്കൾക്കും നമ്മളെ കുടുംബത്തിനും അനുഗ്രഹം നൽകുമാറാവട്ടെ. അറിവില്ലായ്മയോട് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാഫാക്കി തരട്ടെ. മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യട്ടെ. രോഗികളായ ആളുകളുണ്ട്, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. ഖുർആൻ പഠിതാവായ ഒരു സഹോദരിക്ക് കുടലിന് ക്യാൻസർ ബാധിച്ച് ചികിത്സയിലാണ്. നമ്മളെ നാട്ടുകാരി തന്നെയാണ്. പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല രോഗശമനം പ്രദാനം ചെയ്യുമാറാവട്ടെ. ആശ്വാസവും സമാധാനവും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മളെ മറ്റൊരു സഹോദരൻ, പ്രായമായൊരു സഹോദരൻ, അദ്ദേഹത്തിന് രോഗശയ്യയിലാണ്, പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു തആല രോഗശമനം പ്രദാനം ചെയ്യുമാറാവട്ടെ. എല്ലാ മാരകമായ രോഗങ്ങളിൽ നിന്നും, അപകടങ്ങളിൽ നിന്നും, അപകട മരണങ്ങളിൽ നിന്നും, ദുരന്തങ്ങളിൽ നിന്നും, അത്യാപത്തുകളിൽ നിന്നും അള്ളാഹു നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു മഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വഅഹ്യാഹും മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹജാത്ത്. اللهم أجرنا من النار، اللهم اعتق رقابنا من النار ورقاب آبائنا وأمهاتنا وأزواجنا وإخواننا المسلمين أجمعين يا رب العالمين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك وأعداء الدين. اللهم اشف مرضانا ومرضى المسلمين، اللهم ارحم موتانا وموتى المسلمين. ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وآخر دعوانا أن الحمد لله رب العالمين.